ഓ, ഇന്ന് നമ്മൾ ആ ടി വിയിൽ കണ്ട സംഭവത്തിലോട്ട് പോവുക. അതിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഗ് പാർക്ക്. അങ്ങനെയാണ്, അതാണ് ഇതിൻ്റെ പേര്. ഈ ചേട്ടനെ കൂടെ ചോദിക്കണ്ട, എന്നിട്ടാണ് എന്നെ തല്ലിക്കൊല്ല. അതിൻ്റെ വഴിയും കാണിച്ചു തന്നിട്ടുണ്ടായി ആ ടി വിയിൽ. അപ്പം ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു. അവിടെ റേഞ്ചറാണ്. എന്തിട്ട് റേഞ്ചർ? അവിടെ പട്ടി പാർക്കല്ലേ, പട്ടിക്ക് കളിക്കാനുള്ള പാർക്കല്ലേ. എന്തായാലും ആട്ടോ, നമുക്ക് ഓടിച്ചെല്ലേണ്ടി വരും. നമുക്കൊരു 6 hours ലേറ്റർ എടുക്കേണ്ടി വരും. അതായിരിക്കും നല്ലത്. ഞാൻ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചതേ, ഇതെന്താ ഇത്? ഇത്രയേറെ പഠിക്കാൻ ഇഷ്ടപ്പെട്ടാ നല്ലതാ. നല്ല സുഖത്തിനായത്. സുഖത്തിനാണെങ്കിലോ ഞാൻ ഇങ്ങനെ നടന്നു പോവാം. ലൊക്കേഷൻ കാണിച്ചത് അവിടെന്തൊരു കളറുള്ള ഒരു വണ്ടീൻ്റെ അപ്പുറത്താണ്. അപ്പം എന്തോ ട്രെയിൻ ഞാൻ കയറിയിട്ടുള്ളതാണ്. ഞാനും അണ്ണനും കൂടെ കയറിയിട്ടുള്ളതാണ്. പിന്നെ കുറേ ഇറക്കി ചോദിച്ചിട്ടുണ്ട് എൻ്റെ പേരെന്താണ്. എൻ്റെ പേര് ചോപ്പ്. അപ്പോൾ വളർത്തുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാങ്ക്ലിൻ. നിങ്ങൾക്ക് GTA 5 കളിക്കുന്നവർക്കറിയാം ഈ ഫ്രാങ്ക്ലിൻ ചോപ്പ് ആരാണ്. അത് കാർട്ടൂണല്ല, ഞാൻ ചുമ്മാ ഒരു ഗെയിം ക്യാരക്ടേഴ്സാണ്. അങ്ങനൊക്കെ പറയാം. പക്ഷെ ഞാൻ അങ്ങനെ ഓടിപ്പോവും. അവിടെ എത്താറായിട്ടുണ്ട് ഏകദേശം. എനിക്ക് പിന്നെ തളരാറായി. ഇവിടെ വല്ലതും കഴിക്കാനുണ്ടോ? ഇവിടെ ആർക്കെങ്കിലും കടിച്ച് കയറാം, അതേക്കാൻ നല്ലത്. ഹോസ്പിറ്റലിൻ്റെ ലോക്കാണല്ലോ. എന്നാൽ പുറത്താരെങ്കിലും ഒക്കെ കടിച്ച് കയറാം. അവിടെ ആരും ഇല്ലേ കടിച്ച് കയറാൻ? നന്നായി. അവിടെ ആരും കടിച്ച് കയറാനില്ലേ? അവർ ചേട്ടനുണ്ട്, പക്ഷെ നമ്മൾ ഈ വഴിയാണ് പോകണ്ട. കുറേ കാടൊക്കെ ഉള്ള സ്ഥലമാണ്. ശരി, അവിടെ കാടുണ്ട്. മാത്രമല്ല കളറുള്ള വണ്ടി ഇതൊരു ട്രെയിനാണ്. ഇപ്പം എനിക്ക് മനസ്സിലായതാ. ഫ്രാങ്ക്ലിനെ ഫുള്ള് ഉറക്കമാണ്. TV കണ്ടിട്ട് ഉറക്കം തൂങ്ങിയതാണെന്നാണ് തോന്നുന്നേ. ഞാൻ ഇറക്കം തിന്നിയതായിരിക്കും. എനിക്ക് വിശന്നിട്ട് ഒരാളെ കൂടെ ഇപ്പം കടിച്ച് കയറാം, അതായിരിക്കും നല്ലത്. കടിച്ച് കയറാം, അതായിരിക്കും നല്ലത്. താൻ ഇനി ഈ റോട്ടിൽ നടക്കണ്ട, പറഞ്ഞേക്കാം. വെൽക്കം ടു മറീനി ബിറ്റി മറമുട്ടീർ എൻ്റെ ഫുള്ള് പാട്ടുണ്ടായതുകൊണ്ട് കൊള്ളായിരുന്നു. അവിടെ ചേച്ചി ഇനി റോട്ടിൽ നടന്നു പോരും. അത് പറഞ്ഞപ്പോഴേ ഇവിടെ നടത്തലത്തറി. ഞാൻ പേര് കാണിച്ചുതരാം. സമയം പറഞ്ഞത് ഞാൻ മൊബൈലിൽ നോക്കിയിട്ട് നോക്കി ഇതൊക്കെ നോക്കാൻ പറ്റാ. അതാണ് ഈ ചേട്ടനപ്പോ ഇവിടെ. ഞാൻ തീർത്ത് കളയും. നോക്കേ ഇതിൻ്റെ അകത്ത് കയറാം. പിന്നെ കുറച്ച് സ്വകാര്യമുണ്ട്, അതൊക്കെ നോക്കുന്നതായിരിക്കും. ആ ഫ്രാങ്ക്ലിനെ കുറച്ച് പറയുമായിരിക്കും. മേളിൽ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ട ഇവിടെ പട്ടി പാർക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് പാർട്ട് 2 വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും പാർട്ട് 2 കാണാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പാർട്ട് 2 ഏറ്റവും വലിയ സബ്സ്ക്രൈബ് വരണം. ഗുഡ് ബൈ.